ഫ്രണ്ട്സ്, ഇന്നൊരു ഇൻസ്പിറേഷണൽ വീഡിയോ ആണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു മോട്ടിവേഷൻ തരാമെന്ന് വിചാരിച്ചു. എസ്പെഷ്യലി ഇത് വിമൻ അല്ലെങ്കിൽ ഗേൾസ്, ലേഡീസിന് വേണ്ടിയുള്ളതാണ്. അതായത് നമുക്ക് 18 ഇയേഴ്സ് ആകുമ്പോൾ മുതൽ വണ്ടി ഓടിക്കാൻ ലൈസൻസ് കിട്ടുന്നുണ്ടല്ലേ. പക്ഷേ നമ്മളിൽ എത്ര പേര് ആ ലൈസൻസ് എടുക്കാനൊരു അറ്റംപ്റ്റ് ചെയ്യുന്നു? അഥവാ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര പേർക്ക് അതൊരു ID പ്രൂഫായിട്ട് മാത്രം അതിപ്പോഴും നിലനിന്ന് പോകുന്നു? എത്ര പേര് അത് യൂട്ടിലൈസ് ചെയ്ത് അടിപൊളിയായിട്ട് കാർ ഓടിച്ചും സ്കൂട്ടർ ഓടിച്ചും നടക്കുന്നു? അപ്പോൾ അതാണ് ടോപ്പിക്ക്. ഞാൻ ഒരു 21 ഇയേഴ്സ് ഉള്ളപ്പം ലൈസൻസ് എടുത്ത ഒരാളാണ്. ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് കുറച്ച് റിവൈൻഡ് ചെയ്ത് പറയുവാണെങ്കിൽ എനിക്കൊരു 15, 16 അതൊരു 10th, 12th ക്ലാസ് മുതലേ എനിക്ക് സ്കൂട്ടർ ഓടിക്കണം എന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടുള്ള ഒരാളായിരുന്നു. ബേസിക്കലി അത് പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയാം. പ്രഷറല്ല, ആക്ച്വലി പിയേഴ്സിൻ്റെ ഇടയിൽ, അതായത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവർ വണ്ടി ഓടിച്ച് പോകുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആഗ്രഹം, എനിക്കും അങ്ങനെ ചീറി പാഞ്ഞ് നടക്കാമല്ലോ എന്ന് തോന്നുന്ന ആ ഒരു സന്തോഷമോ ആ ഒരു ആഗ്രഹമൊക്കെയാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ വീട്ടിൽ പറഞ്ഞിട്ട്, ഞങ്ങൾ 3 പെൺപിള്ളേരായതുകൊണ്ടായിരിക്കും, അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു വണ്ടി വാങ്ങിച്ചു തരാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി ഇതേവരെ സ്കൂട്ടി ഞങ്ങൾക്ക് വീട്ടിൽ വാങ്ങിച്ച് തന്നിട്ടേയില്ല. അമ്മയ്ക്ക് പേടിയായിരുന്നു. പക്ഷേ അപ്പം സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ നോ പറഞ്ഞതുകൊണ്ട് പിന്നെ അത് നോ ആയിട്ട് മാറി. പിന്നെ ഞങ്ങൾ 3 പേരും മീൻസ് അതാത് ഏജ് ഗ്രൂപ്പ് ആവുന്ന അനുസരിച്ച് വണ്ടി പഠിച്ചു. മീൻസ് 2 വീലറും 4 വീലറും പഠിച്ചു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 21 ഏജിൽ ലൈസൻസ് എടുത്ത് വെച്ചതാണ്. ആ സമയത്തെ പഠിച്ചിറങ്ങുമ്പം ഉള്ള ആ ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, ഓടിക്കണം, അടിപൊളിയായിട്ട് പോകണം, അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ടൈമിൽ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ കാറിനെക്കാട്ടി കൂടുതൽ എനിക്ക് സ്കൂട്ടറിനോടായിരുന്നു താല്പര്യം. ആ ഒരു ഏജിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇച്ചിരി കൂടി കളർഫുള്ളായിട്ട് നടക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു. പക്ഷേ എന്തായാലും വീട്ടിൽ സ്കൂട്ടർ എടുത്ത് തന്നില്ല. കാർ ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ അത് ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മെനക്കെട്ടതും ഇല്ല. അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ആക്ച്വലി വന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതിപ്പം ഓൾമോസ്റ്റ് ഒരു 14 ഇയേഴ്സിന് ശേഷം അല്ലെങ്കിൽ 13 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ കാർ എന്ന ആ ഒരു ഇതിലേക്ക് വരുന്നത്. അതെന്ന് പറയുന്ന റിക്വയർമെൻറ്റ് വന്നു. അതായത് നമ്മൾ പഠിച്ചത് മറന്നുപോയി, പക്ഷേ നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. സ്കൂട്ടർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ആവശ്യം അനുസരിച്ച് എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് ഞാൻ സ്കൂട്ടറിൽ തന്നെയായിരുന്നു പോകുന്നത്. പക്ഷെ കാറെന്നുള്ള ആ ഒരു ഇത് വന്നതെന്ന് പറയുന്നത് പ്യുവർലി ഔട്ട് ഓഫ് റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നീഡ് അങ്ങനെ വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാനുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ അതങ്ങ് ഉഴപ്പും, അല്ലെങ്കിൽ നമ്മൾ അവരെ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ബസ്, ട്രെയിന് അങ്ങനെയുള്ള കോമൺ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്സ് ഉപയോഗിക്കും. പക്ഷെ നമ്മളുടെ ഒരു ആവശ്യമായി അത് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ നമ്മൾ എന്തായാലും പഠിക്കാത്ത കാര്യമാണെങ്കിലും നമ്മൾ പഠിച്ചത് ഇറങ്ങും. അങ്ങനെ എനിക്ക് ഒരു വെളിപാട് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു നീഡ് ഓഫ് ദി ആർ അങ്ങനെ വന്നു. അങ്ങനെയാണ് നേരത്തെ പഠിച്ചതാണെങ്കിലും പുതിയൊരു വണ്ടി എടുക്കാനും തന്നെ ഓടിക്കാനും ആ ഒരു അറ്റംപ്റ്റ് കാണിച്ചു. ആക്ച്വലി എനിക്ക് ഹസ്ബൻഡൊക്കെ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് നേരത്തെ മുതലേ പറയുന്നുണ്ടായിരുന്നു, ഓടിക്കുക, പഠിക്കുക, പോകുന്നതിൻ്റെ കാര്യങ്ങൾ നടക്കുമല്ലോ. പക്ഷെ അപ്പോഴും ഞാനാണ് മടി വിചാരിച്ചിരുന്നത്, എന്തിനാ വെറുതെ ഒരാൾ ആശ്രയിക്കാനുണ്ടല്ലോ എന്ന ആ ഒരു ഇത്. പക്ഷെ പിന്നെ റിക്വയർമെൻറ്റ് മാറി വന്നതനുസരിച്ച് അതെൻ്റെ ഒരു ആവശ്യകതയായി വന്നു. നെസസിറ്റി ഓഫ് ലൈഫ് എന്നുള്ള രീതിയിൽ അത് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കിനും നമ്മളൊരു പുതിയ വണ്ടി എടുത്തു. ഓട്ടോമാറ്റിക്കാണ് എടുത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി കാണിച്ചു തരാം. നമ്മൾ എടുത്തേക്കുന്ന വണ്ടി ഒരു ഗ്രേ കളറാണ്. സെലേറിയോ ആണ് വണ്ടി, മാരുതിയുടെ സെലേറിയോ ആണ്. ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇത് ആക്ച്വലി ഒരു അടിപൊളി വണ്ടിയാണ്. കാരണം നമുക്ക് മെയിനായിട്ട് എന്താണ് എൻ്റെ കൺസേൺസ്, എനിക്ക് പാർക്കിംഗ് പ്രശ്നമാണ്. ഈ ഒരു സ്പേസിനകത്ത് എനിക്ക് വണ്ടി ഇടാൻ പറ്റുമോ, റോഡ് എങ്ങനെ ശരിയാവും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ബ്ലാക്ക് കളറായിരുന്നു നോക്കിയത്, പക്ഷേ എനിക്ക് ബ്ലാക്ക് കളർ കിട്ടിയില്ല. അങ്ങനെ പിന്നെ ടൈം ഇല്ലാഞ്ഞതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഗ്രേ കളർ വണ്ടിയാണ് എടുത്തത്. അപ്പോൾ ഇത് ഞാൻ ഓട്ടോമാറ്റിക്കാണ് വണ്ടി എടുത്തേക്കുന്നത്.
മാനുവലിൻ്റെ അത്ര ഒരു ബുദ്ധിമുട്ട് ഓട്ടോമാറ്റിക് വരില്ല. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ചെറിയ സ്പാർക്ക് മതി, ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് ഉറപ്പായിട്ടും ചെയ്യാവുന്ന കാര്യമുള്ളൂ. എസ്പെഷ്യലി മാനുവൽ പഠിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ഞാൻ പിന്നെ അതിന് മെനക്കെട്ടില്ല, ഓട്ടോമാറ്റിക്കാണ് എടുത്തത്. ഇപ്പോഴും ഞാൻ അങ്ങ് കൈ തെളിഞ്ഞ് ഓടിക്കുന്ന ഒരാളൊന്നുമല്ല. ഒരു 80% ഓക്കെ ആയിന്ന് ഞാൻ എന്നെ തന്നെ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കും എന്നുള്ളൊരു ഇതിലോട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഇനിയും പ്രശ്നങ്ങളുള്ളത്, ഇത്രയും സ്പേസ് മതിയാകുമോ ഒരാൾക്ക് ഞാൻ സൈഡ് കൊടുക്കുമ്പം, സൈഡ് തികയുമോ, സൈഡ് ഉണ്ടോ, അതോ ഇനി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് എനിക്ക് ഇപ്പോഴും ആക്ച്വലി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ദിസ് ഇസ് സംതിങ് ദാറ്റ് മേക്സ് മീ പ്രൗഡ് ഇപ്പം. കാരണം ഇത്രയും വർഷം എടുത്തെങ്കിലും എനിക്കത് പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പം എന്നെപ്പോലെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാതെ നമുക്കൊരിക്കലും ഇത് എത്താൻ പറ്റില്ല. മീൻസ് നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യേണ്ട നോക്കാണ്ട് നമുക്കൊരിക്കലും അത് എങ്ങനെ റീച്ചബിൾ ആണോ, നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യമാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളായിട്ട് ഇറങ്ങിത്തിരിക്കുക, മുന്നോട്ട് പോവുക. 1-2 ഇടിയൊക്കെ വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ വണ്ടി ഇടിച്ചിട്ടുണ്ട്, ഇവിടെ നോക്കിയാൽ മതി. കണ്ടോ, ഇത് ഞാൻ ഞങ്ങളുടെ മതിലയിലൊന്ന് കൊണ്ട് ഇടിച്ചതാണ്, റിവേഴ്സ് എടുത്തതാണ്. അപ്പോൾ പറ്റിയതാണ്. 2 സൈഡും ഒരേ ദിവസം ഇടിക്കുക എന്ന് പറയുന്നത് കുറച്ച് അടിപൊളിയല്ലേ. അങ്ങനെ ഞാൻ 2 സൈഡും, വണ്ടിയുടെ 2 സൈഡും അടിയൊക്കെ കുറേ പോറിയിട്ടൊക്കെ ഉണ്ട്. ഇതെങ്ങനെ ഓരഞ്ഞും ഇടിച്ചും ഒക്കെ ചളിങ്ങിയൊക്കെ ഇരിക്കുവാണ്. പക്ഷെ അതൊന്നും നമ്മളൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, നമ്മളെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കുക, ഇറങ്ങിത്തിരിക്കുക. ഒരു തവണ എടുത്തു, ഒരു കയ്യബദ്ധം പറ്റി നമ്മൾ നിർത്താതിരിക്കുക. നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുക. നമ്പർ ഓഫ് ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുന്ന കൂടുതലനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡാവും. 2 കയ്യിൽ ഓടിക്കുന്നത് ഒരാൾക്ക് ഒരു കയ്യിൽ ബാലൻസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് മാറും. അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കമൻറ്റ്സ് പറയൂ. ബൈ.